കേരളത്തിൽ BDS പഠിക്കാൻ NRI കാറ്റഗറി ആവശ്യമുണ്ടോ? NRI സ്റ്റുഡൻസിന് BDSനായിട്ട് NRI കാറ്റഗറിയിൽ തന്നെ അപ്ലൈ ചെയ്യേണ്ട ആവശ്യമുണ്ടോ? അതിനെപ്പറ്റി നമുക്കൊന്ന് ഡിസ്കസ് ചെയ്യാം. ബേസിക്കായിട്ട് പറഞ്ഞാൽ നീറ്റ് ക്വാളിഫൈഡ് ആകുന്ന ആർക്കും NRI ഇല്ലാതെ തന്നെ കേരളത്തിൽ അത്യാവശ്യം നല്ലൊരു കോളേജിൽ BDS പഠിക്കാം എന്നുള്ളതാണ്. ഏതെങ്കിലും ഒരു കോളേജിൽ കിട്ടുമെന്നുള്ള കാര്യം കൺഫേം ആണ് അല്ലേ? അതെ. പിന്നെ ചില വ്യക്തി താല്പര്യങ്ങൾ, അതായത് ഇന്ന കോളേജ് തന്നെ വേണം, പക്ഷേ ആ കോളേജ് കിട്ടാനായിട്ടുള്ള മാർക്കില്ല, അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമുക്ക് NRI മാത്രമാണ് ഓപ്ഷൻ ഉള്ളത്. തീർത്ത് മാർക്ക് കുറവുള്ളവർക്ക് ഒരു ബെറ്റർ കോളേജിലേക്ക്, ഒരു കോളേജ് ബെറ്റർ ആക്കാനുള്ള ഓപ്ഷനാണ് NRI കോട്ട. അതെ. എല്ലാ കോളേജിലും 15% NRI റിസർവേഷൻ NRI കോട്ട ഉണ്ട് അല്ലേ? അതെ. അതിൻ്റെ ഫീസ് വരുന്നത് 6 lakhs ആണ്. അതെ, അതായത് നമുക്ക് ഏകദേശം നോർമൽ ഫീസിനേക്കാൾ ഇരട്ടിയോളം ഫീസ് NRIക്ക് വരുന്നുണ്ട് നിയർ ബൈ. അത് നെഗോഷിയേറ്റ് എടുക്കാനുള്ള ഓപ്ഷൻസും ഉണ്ട് ഇല്ലേ? തീർച്ചയായിട്ടും NRI കൊടുക്കുന്നവർക്ക് അത് നെഗോഷിയേറ്റ് ചെയ്തെടുക്കാനുള്ള ഓപ്ഷനുണ്ട്. ഈവൻ NRI ഇല്ലാതെയും നമ്മൾ ആദ്യമേ പറഞ്ഞ പോലെ തന്നെ കേരളത്തിലെ ഒരു ഡെൻ്റൽ കോളേജുകളും അക്കാഡമിക്കലി ബിലോ ആവറേജ് വരുന്നില്ല എന്നുള്ളതാണ്. അത്യാവശ്യം എല്ലാ കോളേജുകളിലും ആവശ്യത്തിനുള്ള ഒരു മിനിമം പേഷ്യൻ്റ് ഫ്ലോ ഉണ്ടെന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. അതുകൊണ്ട് തന്നെ കേരളത്തിൽ NRI BDS കൊടുക്കുക എന്ന് പറയുന്നൊരു അത്യാവശ്യമായിട്ടുള്ളൊരു കാര്യമല്ല. പക്ഷേ നമ്മൾ ഈ പറഞ്ഞ പോലെ ഒരു പർട്ടിക്കുലർ കോളേജ് തന്നെ വേണം. അതിൻ്റെ പ്രത്യേക കാരണങ്ങൾ കാണാം. ചിലപ്പോൾ അവർ തൊട്ടടുത്തായിരിക്കും, അല്ല അവരുടെ ആരെങ്കിലും സ്റ്റാഫ് അവിടെ വർക്ക് ചെയ്യുന്നവർ കാണും, അല്ല അവരുടെ സിബ്ലിങ്സ് അവിടെ പഠിക്കുന്നവർ കാണും. അങ്ങനെയുള്ളവർക്ക് NRI ചൂസ് ചെയ്യുന്നതിൽ തെറ്റില്ല. പക്ഷേ അപ്പോഴും നമുക്ക് അവിടെ റേറ്റ് നെഗോഷിയേഷൻ പറ്റുമെന്നുള്ള കാര്യം ഉറപ്പായിട്ടും ചെക്ക് ചെയ്യാവുന്നതാണ്. അതെ. അതുപോലെ തന്നെ ഒരു ബെറ്റർ കോളേജിലേക്ക് എത്തേണ്ടവർക്ക് അല്ലേ? അതെ. തീരെ മാർക്ക് കുറവുള്ളവർക്ക് ഒരു ബെറ്റർ പേഷ്യൻ്റ് ഫ്ലോ ഉള്ള കോളേജിലേക്ക് എത്താൻ വേണ്ടിയും NRI കൊടുക്കുന്നതിൽ തെറ്റ് പറയാം. അതെ, കേരളത്തിലൊരു ടോപ്പ് ലെവലിലുള്ള കോളേജിൽ നിന്ന് ഒരു കാറ്റഗറൈസ് ചെയ്യാമെങ്കിൽ ഒരു 3-4 കോളേജ് നമുക്ക് എടുത്ത് പറയാം. അതെ. ആ ഒരു കോളേജിലേക്ക് ഉറപ്പായിട്ടും ഒരു ബിലോ മാർക്കുള്ളവർക്ക് കിട്ടത്തില്ല, എത്താൻ പറ്റത്തില്ല, നോർമലി എത്താൻ പറ്റത്തില്ല. സോ അവിടെ പോലും നമുക്ക് ആക്ച്വലി ഒരു എന്താണ് റേറ്റ് നെഗോസിയേഷൻ പോസിബിൾ ആയിരിക്കും ചിലപ്പോൾ. അതെ. അതെ. ഡിപ്പെൻസ് ഓൺ ദ സിറ്റുവേഷൻ ആണ്. എങ്കിലും നിങ്ങൾക്ക് NRI ഡോക്യുമെൻ്റ് എല്ലാം ഉണ്ടെങ്കിൽ ഈ പറഞ്ഞ പോലെ നമുക്കതിന് ട്രൈ നടത്താവുന്നതാണ്. അതെ. അതെ. അതൊരു ഡോക്ടർ പറഞ്ഞ പോലെ തന്നെ ഒരു നിർബന്ധമായ ഫാക്ടർ അല്ല, എങ്കിലും ഉണ്ടെങ്കിൽ നമുക്കൊരു ട്രൈ നടത്താവുന്ന കാര്യമാണ് അല്ലേ? അതെ. BDS എപ്പോഴും നമുക്ക് മാക്സിമം ലോ ബഡ്ജറ്റ് പഠിക്കുക എന്നുള്ളത് തന്നെയാണ് പേഴ്സണലി ഞാൻ സജസ്റ്റ് ചെയ്യുന്നത്. കാരണം നമ്മൾ എന്തായാലും ഇതിനൊരു PGക്കൊക്കെ പോകുമ്പം നമ്മളിതിന് മുമ്പ് പഠിച്ച ഏത് ഹൈഫൈ കോളേജിലായാലും ആ PG പഠിക്കുന്ന കോളേജിലാണ് നമ്മൾ ഭാവിയിൽ നമ്മൾ അറിയപ്പെടുന്നത്. അതെ. സോ നിങ്ങൾക്ക് ഒരു പേഴ്സണലൈസ്ഡ് താല്പര്യമുണ്ട് ഒരു കോളേജിലേക്ക്, അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ ഒരു ബെറ്റർ കോളേജിലേക്ക് എത്തണമെന്ന് താല്പര്യമുണ്ടെങ്കിൽ NRIയുടെ ഓപ്ഷൻസ് നമുക്ക് ഉപയോഗിക്കാം. എന്തെങ്കിലും അതിനെ സംബന്ധിച്ച് ഡൗട്ട് ഉണ്ടെങ്കിൽ നമ്മളായിട്ട് കോൺടാക്ട് ചെയ്യാനുള്ള നമ്പർ ഡിസ്ക്രിപ്ഷനിലുണ്ട്, നമ്മളെ കോൺടാക്റ്റ് ചെയ്യാം. അതുപോലെ തന്നെ BDSൻ്റെയും അതിൻ്റെ സ്കോപ്പും കാര്യങ്ങളും അറിയാൻ വേണ്ടിയും നമ്മൾ 1-to-1 സെക്ഷൻസും അതുപോലെ തന്നെ വെബിനാറും പലപ്പോഴായിട്ട് നടത്താറുണ്ട്. അതിന് രജിസ്റ്റർ ചെയ്യാനായിട്ട് നമ്മളെ വിളിക്കാം. ഓക്കെ, താങ്ക് യു.